കെ സ്മാർട്ടിന്റെ സൈറ്റിൽ താഴോട്ട് പോകുമ്പോൾ സേവനങ്ങൾ എന്നു കാണാവുന്നതാണ്. അതിന് താഴെയായി ജനന രജിസ്ട്രേഷൻ എന്നു കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പല ഓപ്ഷനുകളും കാണിക്കുന്നുണ്ട്. ഇവിടെ പേര് ചേർക്കൽ എന്ന ലിങ്കിൽ പോയാൽ പേര് ചേർക്കലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണാവുന്നതാണ്. പേര് ചേർക്കൽ 6 വയസ്സിന് താഴെ, 6 മുതൽ 15 വയസ്സ് വരെ ഇങ്ങനെ പല ഘട്ടങ്ങളിലുള്ള വിവരങ്ങൾ വിശദമായി വായിച്ചു നോക്കാവുന്നതാണ്. ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കാനായി ആദ്യം ജനനം രജിസ്റ്റർ ചെയ്തിരിക്കണം. സാധാരണയായി ഹോസ്പിറ്റലിൽ ജനിച്ചാൽ ഹോസ്പിറ്റലിൽ നിന്നും ഒരു അപേക്ഷ ഫോറം ലഭിക്കുന്നതാണ്. ആ അപേക്ഷ ഫോറം പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ പൊതുവെ ജനിച്ച കുട്ടിക്ക് പേര് നൽകിയിട്ടുണ്ടാവാറില്ല. കുട്ടിയുടെ രക്ഷിതാക്കളുടെ പേര് വിവരങ്ങൾ മാത്രമാണ് നൽകാറുള്ളത്. ഹോസ്പിറ്റലിൽ നമ്മൾ നൽകുന്ന അപേക്ഷ പ്രകാരം ഹോസ്പിറ്റൽ അധികാരികളാണ് ജനനം രജിസ്റ്റർ ചെയ്യുന്നത്. ജനനം രജിസ്റ്റർ ചെയ്ത് 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ സാധാരണ ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായി സൈറ്റിൽ ജനന സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് ജില്ലയും മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുത്ത് ഏത് മുനിസിപ്പാലിറ്റിയാണോ അല്ലെങ്കിൽ ഏത് പഞ്ചായത്ത് ആണോ അത് സെലക്ട് ചെയ്തു കൊടുക്കുക. തുടർന്ന് ലിംഗം സെലക്ട് ചെയ്ത് ജനന തീയതിയും മാതാവിന്റെ പേരും നൽകേണ്ടതാണ്. മാതാവിന്റെ പേരിന്റെ ആദ്യ 3 അക്ഷരം നൽകിയാൽ മതിയാവും. തുടർന്ന് സെർച്ച് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ സെർച്ച് ചെയ്ത വിവരമനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടേതാണെന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ ഈ സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ പേര് ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഇനി പേര് ചേർക്കാനായി നമുക്ക് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. കെ സ്മാർട്ടിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തവർ വലത് ഭാഗത്തു കാണുന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ വിവരങ്ങൾ നൽകി ലോഗിൻ ചെയ്യുക. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കായി രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ആ വീഡിയോ കണ്ടതിനു ശേഷം രജിസ്റ്ററിൽ പോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് വരുന്ന പേജിൽ ന്യൂ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരുന്നതാണ്. ഇവിടെ ബെർത്ത് സർവീസ് എന്നതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജനനവുമായി ബന്ധപ്പെട്ട ഒത്തിരി ഓപ്ഷനുകൾ കാണാവുന്നതാണ്. താഴോട്ട് പോയാൽ പേര് ചേർക്കൽ, തിരുത്തൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരുന്നതാണ്. ഇവിടെ ജനന സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സെർച്ച് ചെയ്ത പോലെ ഓരോ വിവരങ്ങൾ കൃത്യമായി നൽകി സെർച്ച് ചെയ്യുക. നേരത്തെ കാണിച്ച സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടേതാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് പേര് ചേർക്കാനായി ഈ കാണുന്ന എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ നിന്നും നമുക്ക് എന്ത് അപ്ഡേറ്റാണ് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പേര് ചേർക്കൽ എന്നത് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് താഴോട്ട് പോയി ഇവിടെ ടിക്ക് നൽകി കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം അപേക്ഷകൻ കുട്ടിയുമായുള്ള ബന്ധം സെലക്ട് ചെയ്തു കൊടുക്കുക. ഞാനിവിടെ ഫാദർ സെലക്ട് ചെയ്യുന്നു.